ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയുമായാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കാനായി ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പൊടിയിലേക്ക് ഡയറക്റ്റ് ഉപ്പ് ചേർത്തും ഇത് നനച്ചെടുക്കാവുന്നതാണ്. പിന്നീട് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്. പുട്ട് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് അല്പാൽപ്പം വെള്ളം ചേർത്ത് ഞാനിതിവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് അല്പാൽപ്പം വെള്ളം ചേർത്ത് വേണം പുട്ടുപൊടി നനച്ചെടുക്കാൻ. ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. പിന്നീട് ഞാനിതിവിടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ റേഷൻ കടകളിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ പൊടി കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം ഉരുളകളായി വരുന്നുണ്ടെങ്കിൽ അത് മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. പൊടി ഞാനിവിടെ നന്നായി നനച്ചെടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നനവ് പാകത്തിനാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുന്ന സമയത്ത് പുട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കുക്കറിന് മുകളിലായി വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കറിൽ ഞാൻ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ കവർ ചെയ്ത ശേഷം അതിന് മുകളിലായിട്ടാണ് ഈ സ്റ്റീമർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ പുട്ടെല്ലാം ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ പുട്ടുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ പുട്ട് പഴത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയുടെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.